ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഉദയകൃഷ്ണൻ. അനുഭവം എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ലാസ്റ്റ് വീഡിയോ ഒക്കെ ഇട്ട് വളരെ നല്ല ലൈക്സും കമൻസും സബ്സ്ക്രിപ്ഷനും എല്ലാം എനിക്ക് വാരിക്കോരി എല്ലാവരും തന്നിട്ടുണ്ട്. ഞാൻ വളരെ ഹാപ്പിയാണ്. എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആകെ ത്രില്ലടിച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ ത്രില്ലിൽ നമ്മുടെ അടുത്ത വീഡിയോ ഞാൻ ഷെയർ ചെയ്യുകയാണ്. നമ്മുടെ തംബ്നെയിലിൽ പറഞ്ഞതുപോലെ തന്നെ ഒരു ഡിജിറ്റൽ പോർട്രേറ്റ് ക്രിയേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളതാണ് വിത്ത് ഫോട്ടോ റെഫറൻസ്. ഓക്കെ, നമുക്കൊരു ആൺകുട്ടിയുടെ ഫോട്ടോയുണ്ട്. ആ ഫോട്ടോയാണ് നമ്മൾ ഡിജിറ്റൽ പോർട്രേറ്റായിട്ട് റീക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഡിജിറ്റൽ പോർട്രേറ്റ് എന്ന് പറയുമ്പോൾ പലരും പല മെത്തേഡിലും ചെയ്യുന്നത് കണ്ടിട്ടുണ്ട് നമ്മൾ, അല്ലേ? ഇപ്പോൾ ഞാൻ ഏത് മെത്തേഡാണ്, ഞാൻ എങ്ങനെയാണ് അപ്രോച്ച് ചെയ്തിരിക്കുന്നത് ആ പോർട്രേറ്റ് കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളത് ഒന്ന് കണ്ടിട്ട് വരാം. ഓക്കെ, വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കണ്ടിട്ടുണ്ടാവുമല്ലോ. കണ്ടിട്ടുണ്ടെങ്കിൽ വളരെ സന്തോഷം. ആ പ്രോസസ്സും കാര്യങ്ങളും ഒക്കെ ഇഷ്ടപ്പെട്ടു എന്ന് കൂടി വിചാരിക്കുന്നു. ഈ ഒരു അപ്രോച്ചാണ് സാധാരണ ഒരു പോർട്രേറ്റ് ചെയ്യുമ്പോൾ ഞാൻ ചെയ്യാറ്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇപ്പോൾ നമുക്ക് ഗ്രിഡൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടെ ചിലപ്പോൾ വളരെ ടിറ്റോ ആയിട്ട് കിട്ടുമായിരിക്കും. പക്ഷേ പേഴ്സണലായിട്ടുള്ളൊരു അഭിപ്രായമാണ്, നമ്മളൊരു ആർട്ട് ചെയ്യുമ്പോൾ ഇറ്റ്സ് എ ക്രിയേഷൻ. അപ്പോൾ നമ്മളതിന് കൂടുതൽ എഫേർട്ട് ഇത് ഇങ്ങനെ ചെയ്യുമ്പോൾ ചിലപ്പം ചില ഫേസസ് നമുക്ക് കുറച്ച് ടൈം എടുത്തു എന്ന് വരാം. പക്ഷേ എന്നാലും അത് ഗ്രാജ്വലി നമ്മൾ ആ ഔട്ടിലേക്ക് അല്ലെങ്കിൽ ആ ഫിനിഷിങ് സ്റ്റേജിലേക്ക് എത്തുമ്പോൾ നമുക്ക് കിട്ടുന്ന ആ ഒരു സെൽഫ് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടല്ലോ,
ഫൈനലി നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട്, സോ അപ്പോൾ കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ, ദാറ്റ് ഈസ് മെയിൻ ആക്ച്വലി. സാധാരണ വരയ്ക്കുന്ന ആളുകൾക്ക് അത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും, കണക്ട് ചെയ്യാനും പറ്റുന്നുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. സോ ഗ്രിഡ് ഇട്ട് വരയ്ക്കുന്നവരാണെങ്കിൽ കൂടെ ഗ്രിഡ് ഇടാതെ ഓവറോൾ ഒരു ഒബ്സർവേഷനാണിത്. സോ ആ ഒബ്സർവേഷനിൽ നമ്മൾ ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മാക്സിമം കൊണ്ടുവരാം. പിന്നെ ഞാൻ പൊതുവെ പോർട്രേറ്റ് വരയ്ക്കുമ്പോൾ ചെറിയ കാര്യങ്ങൾ എൻഹാൻസ് ചെയ്യാറുണ്ട്. ബിക്കോസ് നമ്മളെല്ലാവരും നമ്മുടെ പോർട്രേറ്റ് ആണെങ്കിലും നമ്മുടെ ചിത്രങ്ങളാണെങ്കിലും ഫോട്ടോഗ്രാഫ്സ് ആണെങ്കിലും നമ്മളെപ്പോഴും ഉള്ളിൻ്റെ ഉള്ളിൽ എല്ലാവരും നമ്മൾ ഭംഗിയായിട്ടിരിക്കാൻ അല്ലെങ്കിൽ സുന്ദരനോ സുന്ദരിയായിട്ടിരിക്കാനൊക്കെയാണ് ആഗ്രഹിക്കാറ്, അല്ലേ? പൊതുവെ അങ്ങനെ ആയിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. സോ എനിക്കൊരു പോർട്രേറ്റ് വരയ്ക്കാൻ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഉള്ള ക്യാരക്ടറിൽ ചെറുതായിട്ട്, നമ്മൾ ക്യാരക്ടറിനെ ഒരുപാട് മാറ്റിക്കളയാൻ പാടില്ല, ചെറിയ സംഭവങ്ങൾ എന്തെങ്കിലും അവരുടെ ആ ഒരു ബ്യൂട്ടി എൻഹാൻസ് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അതൊരു ചെറിയ അളവ് വരെ ഞാനത് കൊണ്ടുവരാറുണ്ട്. പിന്നെ എനിക്കൊരു കാര്യം പറയാനുള്ളത്, ആ വീഡിയോയിൽ ഞാൻ റെഫറൻസ് ആയിട്ട് എടുത്തിട്ടുള്ള ആ മോൻ്റെ ഫോട്ടോ അതെൻ്റെ നീസിൻ്റെ മോൻ്റെ ഫോട്ടോ ആണ്. എനിക്ക് ആക്ച്വലി 4 പെങ്ങന്മാരാണ്. അതിൽ രണ്ടാമത്തെ ചേച്ചിയുടെ രണ്ടാമത്തെ മോൻ്റെ ഫോട്ടോ ആണത്. ജഗ്ഗു എന്നാണ് അവൻ്റെ പേര്, ജഗൻ എന്നാണ് ശരിക്കുള്ള പേര്. ജഗ്ഗു എന്ന് ഞങ്ങൾ വിളിക്കുന്നു. ജഗ്ഗുവിന് ശരിക്കും ഇത് കാണുമ്പോൾ വളരെ ഒരു സർപ്രൈസ് ആയിരിക്കും. ഇതുപോലൊരു യൂട്യൂബ് ചാനലിലൂടെ അത് കാണുന്നു എന്നറിയുമ്പോൾ അവന് ശരിക്കും അത് നല്ലൊരു അനുഭവമായിരിക്കും എന്ന് കരുതുന്നു. സോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. തുടർന്നും ഇതുപോലുള്ള ഇൻട്രസ്റ്റിംഗ് ക്രിയേറ്റീവ് വീഡിയോസ് ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. ടിൽ ദെൻ ബൈ. താങ്ക് യു സോ മച്ച്.